കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെയും പുഷ്പാർച്ചന നടത്താൻ വേണ്ടിക്കൊണ്ടുള്ള സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യം നമുക്ക് കാണുമ്പോൾ വല്ലാത്ത വേദനയാണ്. കുഞ്ഞുങ്ങളുടെ മോനാണല്ലേ മരിച്ചത്? അല്ല, അതിൻ്റെ ആരും മരിച്ചിട്ടില്ല. ആരാണ്? ഞങ്ങൾ അയൽവാസികൾ. ഇവളറിയില്ല. പ്രധാനമന്ത്രി പിടിച്ച് നടക്കുന്നില്ലേ, പറഞ്ഞു കൊടുക്കും. ഇവിടെ ഉപ്പയും പിന്നെ ചേച്ചിമാരും. ഉപ്പാക്കാണ് ഇപ്പോൾ കുഞ്ഞ് പുഷ്പാർച്ചന. അതെ, അറിയില്ലേ? അറിയാലോ. അതെ, ആരൊക്കെയാണ് പറയാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. എല്ലാവരും വെച്ച് പ്രധാനമന്ത്രി എടുത്ത കുട്ടിയാണ് വന്നിട്ട്. നസീബ് പറയും എന്തെങ്കിലും ഒന്ന് പറയും. കൊച്ചിനെ കാണാൻ വേണ്ടി വന്നാണെന്ന് പറയും. പറയും പറയുന്നു. സാറാ ചേച്ചി, നിങ്ങളുടെ ആരാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്? അനിയത്തി, എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ്. ഞങ്ങൾ കുടുംബത്തിൽ തന്നെ 9 പേര് പോയി. 9 ആൾ ഞങ്ങൾ കുടുംബത്തിൽ പോയിട്ടുണ്ട്. രാത്രി എല്ലാവരും കിടന്നു ഉറങ്ങി. നേരം വെളുത്ത് നോക്കുമ്പോൾ ആരും ഇല്ലാണ്ടായി. നേരം വെളുത്ത് വെറും വീടും ഇല്ല, തറയുമില്ല, ഒന്നുമില്ല, വെറും കല്ല് മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതൊക്കെ? ഞങ്ങളിവിടെ താമസിപ്പിൽ വീട് കിട്ടി. ഇവിടെ ഇപ്പോൾ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടിലിവിടെ ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ നല്ല വീടൊക്കെ ഞങ്ങൾക്ക് ഗവൺമെൻറ് വെച്ച് തന്നു. എന്നാലും ഞങ്ങൾക്ക് സമാധാനമില്ല. ഞങ്ങൾ കൂടെ പുറപ്പ് എല്ലാവരും പോയി. നാട്ടുകാർ ഞങ്ങൾ വരുമ്പോൾ സാവത്തുണ്ടായിരുന്നു, എല്ലാം വിളിച്ച് കരയായിരുന്നു. ചേച്ചി ഞങ്ങളെ രക്ഷപ്പെടുത്തി ചേച്ചി തൊട്ട് വിളിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് എന്താ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. വീടിൻ്റെ ഫുള്ള് വെള്ളമായിരുന്നു. അവരിറങ്ങിയാലും രക്ഷപ്പെടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഓടിക്കാഴ്ച ഞങ്ങൾ അടുത്ത വീട്ടിൽ കയറി നിന്നുകൊണ്ട് ഞങ്ങളിന്ന് രക്ഷപ്പെട്ട് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് കയറിപ്പോയി നിന്നു. ഞങ്ങളെ വീടൊന്നും പോയിട്ടില്ല. വീട് അവിടെ തന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല എന്നുള്ളൂ.